ആദരണീയരായ എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വമുള്ള നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ശക്തിയെ പറ്റിയാണ്. ആത്മവിശ്വാസം, വിജയത്തിൻ്റെ രഹസ്യം. എന്താണ് ആത്മവിശ്വാസം അഥവാ സ്വയം വിശ്വാസം എന്നത്? എനിക്ക് കഴിയും എന്ന് മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വികാരമാണത്. മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കുന്നതിലപ്പുറം ഞങ്ങൾ തന്നെ ഞങ്ങളെയായി വിശ്വസിക്കുന്നത് ആണ് യഥാർത്ഥ ശക്തി. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വയം വിശ്വാസം നമ്മൾ ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന് നോക്കാം. സ്വയം വിശ്വാസമുള്ളവർ അവസരങ്ങളെ പേടിക്കാതെ നേരിടും. അവർ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്ത് നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും. പിഴവ് സംഭവിച്ചാലും അവർ തന്നെ ഉയർന്ന് വീണ്ടും ശ്രമിക്കും. ഒരു പരാജയത്തിൽ നിന്നും പരാജയപ്പെട്ടു എന്ന് കരുതി നിർത്തിപ്പോവാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ. എന്ത് ചെയ്താലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള മനോവീര്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എനിക്ക് നന്നാക്കി ചെയ്യണം എന്ന ഒരു ബോധം അവരിലുണ്ടാകും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ആത്മവിശ്വാസമില്ലാത്തവർ നേടിയിട്ടില്ല. നമ്മിൽ സ്വയം വിശ്വാസം കുറയാൻ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഈ ആത്മവിശ്വാസം നമുക്കൊക്കെ കുറവുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നമ്മിലുണ്ടാവും. ഒന്നാമതായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം അധികം കേൾക്കുക. നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് അതിനാടിപ്പാടി കൊടുത്തിട്ട് നമ്മുടെ മനോവിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ഉള്ള പരിഹാരം അവർ പറയുന്നത് കേൾക്കാതിരിക്കുക, ഫുൾ ചെവി കൊള്ളാതിരിക്കുക. ചെറിയ പരാജയങ്ങളെ വലുതായി കാണുക. അപ്പോൾ നമുക്ക് എന്തോ ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് അത് പരാജയപ്പെട്ടു പോയി, ഇനി എനിക്കാവില്ല, ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല, ഞാനത് ചെയ്താൽ ഇനിയും പരാജയപ്പെടും എന്ന ഭീതിയിൽ ആ ഒരു പ്രവൃത്തി വീണ്ടും ചെയ്യാൻ കഴിയാതിരിക്കരുത്. അതായത് പരാജയങ്ങളെ വലുതായി കണ്ടിട്ട് ആ ഒരു പ്രവൃത്തി നിർത്തിവെക്കുക. ഇനി മൂന്നാമതായി സ്വയം താരതമ്യം ചെയ്യാം. എനിക്ക് കഴിവും മറ്റൊരാളുടെ കഴിവും കൂടി താരതമ്യപ്പെടുത്തിയിട്ട് ഞാൻ ആ കഴിവുള്ള വ്യക്തിയല്ലാതെ എനിക്ക് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലുള്ള വിചാരങ്ങളൊക്കെയാണ്. ഈ ഒരു താരതമ്യപ്പെടുത്താതെ നമ്മുടേതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇനി ഞാനില്ല, എനിക്കില്ല എന്ന നെഗറ്റീവ് ചിന്തകൾ, അതൊന്നും എനിക്ക് പറഞ്ഞതല്ല അല്ലേ, ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല, അതൊന്നും എൻ്റെ ജോലിയല്ല എന്നൊരു തോന്നലുകൾ, അതൊക്കെ നെഗറ്റീവ് ചിന്തകളിൽ പെട്ടതാണ്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നമ്മിൽ ഓരോരുത്തരും അസാധാരണമായ കഴിവുകൾ അടങ്ങിയവരായിരിക്കും. എല്ലാവർക്കും അവരുടേതായ സ്പെഷ്യൽ സ്കില്ലുകൾ അവർക്കുള്ളിലുണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്വയം വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ചില ചെറിയ മാർഗങ്ങൾ, ലളിതമായ മാർഗങ്ങൾ. ഒന്നാമതായിട്ട് പോസിറ്റീവ് സ്വയം സംസാരം. അതായത് സ്വന്തമായിട്ട് പോസിറ്റീവായ രീതിയിൽ സംസാരിക്കുക. പ്രതിദിനം നമുക്ക് തന്നെ പറയാം. ചില അഫർമേഷൻസ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ഒന്നാമതായി, എനിക്ക് കഴിയും, ഞാൻ വിലപ്പെട്ടവൻ അല്ലെങ്കിൽ വിലപ്പെട്ടവൾ ആണ്, ഇന്ന് ഞാൻ മെച്ചപ്പെട്ടവനാകും. ഇതുപോലെയുള്ള വാക്കുകൾ സ്വയം സംസാരിച്ചുകൊണ്ട് നമുക്ക് സ്വയം അഫർമേഷൻ എന്നാണ് പറയുക. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റിയൊരു ലളിതമായ മാർഗ്ഗമാണിത്. ഇനി രണ്ടാമതായി, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാം. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ചെറിയൊരു വിജയം കിട്ടി, അത് നമുക്ക് നിസ്സാരമായി തോന്നാമെങ്കിലും ആ ഒരു വിജയത്തെ നമ്മൾ വലിയതായിട്ട് ആഘോഷിക്കുക. ഇപ്പോൾ ചെറിയൊരു ടാസ്ക് ഇന്ന് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ യാതൊരു ക്ഷീണവുമില്ലാതെ നമ്മളെ വീട്ടുജോലി തന്നെ എടുക്കാം. വീടൊക്കെ എല്ലാ ക്ലീനിങ് ജോലി നമ്മൾ പൂർത്തിയാക്കി ഭംഗിയാക്കി വെച്ചു. ഈ ഒരു സമയം നമുക്ക് നമ്മളെ തന്നെ പുകഴ്ത്താം. ആ ഒരു വിജയം നമുക്ക് ആഘോഷിക്കാം. യാതൊരു ടയർഡ്നെസ് ഇല്ലാതെ ഞാൻ ഈ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആക്കി എന്ന് കരുതി നമ്മളെ തന്നെ അഭിനന്ദിക്കുക. അപ്പോൾ ചെറിയ വിജയങ്ങൾ കൂടി വലിയ വിജയങ്ങളാക്കി മാറ്റാനാവും. മൂന്നാമത്തേതായിട്ട് പരാജയത്തെ ഭയക്കാതിരിക്കുക. പരാജയം എന്നത് തോൽവിയല്ല, അതൊരു പാഠമാണ്. എത്ര വലിയ ആളുകളായാലും അവർ എല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. തോൽക്കാത്തവരായിട്ട്
ഒരാളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ എഡിസൺ, ബൾബ് കണ്ടുപിടിച്ച എഡിസൺ, തോമസ് എഡിസൺ, അദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം ആ ബൾബ് പ്രകാശിപ്പിക്കാൻ നോക്കിയിട്ട് വിജയിക്കാതിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിലാണ് കുറേ ശ്രമങ്ങൾ നടത്തിയ ശേഷം മാത്രമാണ് ആ ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായത്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ധാരാളം നമുക്കിടയിലുണ്ട്. എത്ര വലിയ ആളുകളായാലും അവരെല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കാത്തവരാണ് ജയിക്കാറുള്ളത്. ആ ശ്രമം നിർത്താതെ തുടർച്ചയായി ചെയ്യുമ്പോൾ അല്ലേ, മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ വിജയം കണ്ടെത്താം. ഇനി നാലാമത്തേതായിട്ടുള്ള കാര്യം, നല്ല കൂട്ടായ്മ തിരഞ്ഞെടുക്കുക. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല കൂട്ടുകെട്ട് അത്യാവശ്യമാണ്. നമ്മളെ തളർത്തുന്ന ഒരാളെയും കൂട്ടുകൂട്ടാതിരിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം മാത്രം ഇരിക്കുക. ആത്മവിശ്വാസം തകർക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇനി അഞ്ചാമതായി, കഴിവുകൾ വളർത്തുക. പഠിക്കുക, പരിശീലിക്കുക, കൂടുതൽ ശ്രമിക്കുക. നമുക്ക് എന്തെല്ലാം സ്കില്ല് ഉറങ്ങിക്കിടക്കുന്നതായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടോ അതിനൊക്കെ വളർത്താനുള്ള ആക്ടിവിറ്റികളിൽ നമ്മൾ മുഴുകുക. അങ്ങനെ കൂടുതൽ ശ്രമങ്ങൾ നടത്തി ഉന്നത വിജയം കരസ്ഥമാക്കുക. കഴിവ് വളർന്നാൽ ആത്മവിശ്വാസം മൂലം നമുക്ക് സ്വയം വളർത്താനാവും. ഇനി ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകരാണ് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റാണ്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. തളിർപ്പൂക്കും കടൽക്കാറ്റും മഴത്തുള്ളിയും ഓരോന്നും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നിങ്ങളും അതുല്യരാണ്. നിങ്ങളാകാൻ നിങ്ങൾക്ക് മാത്രം കഴിയും. അതിനാൽ നിങ്ങളെ മറ്റാരുമായും താരതമ്യം ചെയ്യരുത്. ഇനി നമുക്കൊരു ചെറിയ കഥ ഇവിടെ അവതരിപ്പിക്കാം. ഈ ഒരു സമയം ഒരു കൊച്ചു കഥ. ഒരു കൂട്ടം കൊച്ചു ചെമ്പൻ തെള്ളുകൾ ഒരു ഉയർന്ന മതിൽ കയറാൻ ശ്രമിച്ചു. ചുറ്റുവട്ടമുള്ള എല്ലാവരും പറഞ്ഞു, പറ്റില്ല, കഴിയില്ല, അത്ര ഉയരത്തിൽ ആരും കയറിയിട്ടില്ല. പക്ഷേ ഒരു ചെറു തെള്ളി മാത്രം മുകളിലെത്തി. കാരണം എന്താണെന്നോ? അത് കേൾവിക്കുരുടനായിരുന്നു. കാരണം കേൾക്കാൻ കഴിവില്ലാത്ത ഒന്നായിരുന്നു. അത് മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കാത്തത് കൊണ്ട് അതിന് സ്വയം കയറിപ്പറ്റാൻ സാധിച്ചു. നിഷേധാത്മക വാക്കുകൾ ഒന്നും അതിൻ്റെ മനസ്സിൽ എത്തിയിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതം. ആ ചെറുതള്ളി മാത്രം കയറി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെങ്കിൽ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതും ഇതുപോലെയാണ്. മറ്റുള്ളവർ പറയുന്ന കഴിയില്ല, പറ്റില്ല എന്നത് കേൾക്കാതെ നിങ്ങളുടെ ഹൃദയം പറയുന്ന കഴിയും എന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുക. എനിക്ക് അയക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു അഫർമേഷനിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ജീവിതത്തിലെ ഓരോ വെല്ലുവിളിയെയും ഇതാണ് എന്നെ ശക്തനാക്കുന്ന അവസരം എന്ന് കരുതി നേരിടുക. എന്ത് വെല്ലുവിളി, ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ ചലഞ്ചസാണ് നമ്മുടെ വളർച്ചയ്ക്കുള്ള ഉത്തമ കാരണം. സ്വയം വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും ആരും തടുക്കാനാകില്ല. കാരണം വിജയത്തിൻ്റെ തുടക്കം മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. എന്നെക്കുറിച്ച് ലോകം എന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ വിശ്വസിക്കുന്നു, അതിനാൽ ഞാൻ വിജയിക്കും. ഒരു പ്രസിദ്ധമായ ഈ ഒരു വരിയോടെ കൂടെ ഞാൻ ഈ ഒരു കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.